ജോൺ മുണ്ടക്കത്തിലേക്ക് പോകുന്നു. ശ്രീ ജോൺ മുണ്ടക്കയം, ഇവിടെ താങ്കൾ മലയാളം വാരികയിൽ എല്ലാം ഒരു ഫോൺ വിളിയിൽ തീർന്നു എന്ന ഒരു ഉപഖണ്ഡികയിൽ എഴുതിയ അത് ഇത്രത്തോളം വലിയ രാഷ്ട്രീയ ചർച്ചയാവും താങ്കളും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ താങ്കൾ പറഞ്ഞതിനെ നിരാകരിക്കുന്നുണ്ട്, താങ്കളുടെ ഭാവനയാണ് എന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ടെങ്കിൽ കൂടിയും, ആരാരെ വിളിച്ചു എന്ന ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിൽ കൂടിയും, സോളാർ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് പിന്നിൽ ചില ചർച്ചകൾ, കൊണ്ടുപിടിച്ച ചില ചർച്ചകൾ അത് രാഷ്ട്രീയതരമായ വഴികൾ കൂടി തന്നെ നടന്നു എന്ന് കേരളത്തിന് ബോധ്യപ്പെട്ട ദിവസമാണ്. ജോൺ മുണ്ടക്കയം, വർഷങ്ങൾ 11ആയി. ഈ 11 വർഷങ്ങളിൽ അതിലപ്പുറം വലിയ രാഷ്ട്രീയ കൊമ്പുകോർക്കൽ ഈ ഘട്ടത്തിൽ പലയാവർത്തി കണ്ടിട്ടും ഈ രാഷ്ട്രീയ നേതാക്കൾ ആരും കേരളത്തോട് ഇതൊന്നും പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ ജോൺ മുണ്ടക്കയം, താങ്കളുടെ കരുതൽ എന്താണ്? ഈ വിഷയത്തിൽ ഞാൻ ഇടപെട്ടത് ഇതിനൊരു വലിയൊരു രാഷ്ട്രീയ ഇടപെടൽ എന്ന മട്ടിലൊന്നുമല്ല. അന്നത്തെ സമയത്ത് ആ സമരം തീരാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അതിന് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്നുള്ളത് രീതിയിൽ മാത്രമാണ്. ജോൺ ബ്രിട്ടാസ് ഇപ്പൊ പറയുന്നത് ഭാവനാ സൃഷ്ടിയാണെന്ന്. എനിക്ക് ജോൺ ബ്രിട്ടാസിനോട് സങ്കടമുണ്ട്. കാരണം എനിക്ക് എത്രയോ വർഷമായിട്ട് അദ്ദേഹത്തെ പരിചയമുണ്ട്. ഞാനും ജോൺ ബ്രിട്ടാസും തമ്മിൽ സംസാരിച്ച കാര്യം അദ്ദേഹത്തിന് മറക്കാൻ പറ്റില്ലല്ലോ ഇത്ര പെട്ടെന്ന്. അദ്ദേഹത്തിന് മേൽ കമ്പൽഷൻ ഉണ്ട്. അതിപ്പോ ഇങ്ങനെ പറയേണ്ടി വന്നു കാണും. കാരണം അദ്ദേഹം ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന് അപ്പോൾ ഒരു പത്രപ്രവർത്തകനോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. നേരെ മറിച്ച് ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടാണ് സംസാരിച്ചത്, അത് കോൺഗ്രസിന്റെ അകത്തുള്ള രാഷ്ട്രീയക്കാരുമായിട്ടാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എളുപ്പമുണ്ട് കുറച്ചുകൂടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം നിഷേധിക്കുന്നത് സംസാരിച്ചു എന്നുള്ളത്. പക്ഷെ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഭാവനാ സൃഷ്ടി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് ഇച്ചിരി കടന്നുപോയി. അത് മാത്രമല്ല അദ്ദേഹം കുറച്ചുകൂടി കടന്നു പറയുന്നുണ്ട്, അത് തിരുവഞ്ചൂരിന്റെ തിരക്കഥയാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഒരുപക്ഷെ താങ്കളുടെ ഒരു ജീവിത സബരിയ, ഒരു മാധ്യമപ്രവർത്തക സബരിയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യാൻ തോന്നി. അത് തിരുവഞ്ചൂർ മറുപടി പറയേണ്ടതാണത്. തിരുവഞ്ചൂരിന് തിരക്കഥയാണോ അതോ ഇത് എങ്ങനെയാണ് തിരുവഞ്ചൂരിന് അറിയാമല്ലോ ഇതെങ്ങനെയാ വന്നുള്ളത്. തിരുവഞ്ചൂർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താണോ അതോ പിന്നെ CPM ഭാഗത്താണോ വന്നത്, എങ്ങനെയാണ് ഏത് വഴിക്കാണ് വന്നതെന്ന് തിരുവഞ്ചൂരിന് അറിയാമല്ലോ. ഇന്നിപ്പോ ജോൺ ബ്രിട്ടാസ് അതിനുള്ള തന്റെ ഭാഗം ശരിയാണെന്ന് സ്ഥാപിക്കാൻ ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്, നിങ്ങൾ ചെറിയാൻ ഫിലിപ്പിനെ വിളിക്കൂ, ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ജീവിക്കുന്ന തെളിവായി നിങ്ങൾക്ക് മുന്നിലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ആ ക്യാമ്പിലല്ല, തിരികെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. ചെറിയാൻ ഫിലിപ്പ് സൂക്ഷ്മ വാർത്താ സമ്മേളനം നടത്തുന്നു. ചെറിയാൻ ഫിലിപ്പ് പറയുകയാണ്, ശരിയാണ്, ബ്രിട്ടാസ് പറഞ്ഞതാണ് ശരി, തിരുവഞ്ചൂർ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിക്കുകയായിരുന്നു എന്ന്. ചെറിയാൻ ഫിലിപ്പ് കൂടി എന്തുകൊണ്ടാണ് അങ്ങനെ തള്ളുന്നത്? ചെറിയാൻ ഫിലിപ്പിന് ഞാനും ബ്രിട്ടാസും തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്ന് ചെറിയാൻ ഫിലിപ്പിന് അറിയാമോ? ചെറിയാൻ ഫിലിപ്പിന് ഒരിക്കലും പറയാൻ പറ്റില്ല. ചെറിയാൻ ഫിലിപ്പ് പറയത്തുമില്ല. ചെറിയാൻ ഫിലിപ്പ് ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പ് എങ്ങനെയാണ് ഇപ്പൊ ഈ പറയുന്നത് സത്യമാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെറിയാൻ ഫിലിപ്പ് വഴിയോ അല്ലാതെയോ പിന്നെ CPM ക്യാമ്പിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് നടന്ന കാര്യങ്ങളത് പൂരിപ്പിക്കണമല്ലോ. അപ്പൊ പെട്ടെന്ന് ചെറിയാൻ ഫിലിപ്പ് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങോട്ട് ഒരു ഉണർവുണ്ടായിട്ട് അങ്ങോട്ട് വിളിച്ചു അല്ലല്ലോ. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുമില്ലല്ലോ. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, അവരുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശവും താല്പര്യവും വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തിരുവഞ്ചൂർ അവിടെ ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാകാം? ഇപ്പൊ തിരുവഞ്ചൂരിന്റെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ആവർത്തിച്ചുണ്ടായി. ഞാൻ ചോദിക്കുന്നത്, ഇത് കേരളം അറിയണ്ട, അല്ലെങ്കിൽ മലയാളികൾ അറിഞ്ഞാൽ, രാഷ്ട്രീയക്കാർ അറിഞ്ഞാൽ കുഴപ്പമില്ലാത്ത വിഷയമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ മാന്യത എന്നൊക്കെയുള്ള മധുരവാക്കുകൾ പറഞ്ഞ് തിരുവഞ്ചൂർ എന്തൊക്കെയോ കാര്യങ്ങളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്? ശ്രീ ജോൺ മുണ്ടക്കയം, അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ കേരളത്തിൽ എന്താ ഉണ്ടായത്? റിയപ്പൺ ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു വിഷയം. ഞാനത് പക്ഷേ ആ ഒരു വിഷയം അന്ന് പറഞ്ഞു തീർന്നു പോയി. അത് ഇങ്ങനെ വീണ്ടും ഒരു വിവാദമാകുമെന്നൊന്നും ഞാൻ കരുതിയില്ല. ഞാൻ അതിനകത്ത് നടന്നൊരു സംഭവം, ആ ഒരു സമരത്തെ തുടർന്ന് വളരെ പിന്നെ അതിനോട് ചേർന്ന് കാഷ്വലായിട്ട് ഞങ്ങൾ തമ്മിൽ നടത്തിയ സംഭാഷണം എഴുതുക മാത്രമാണ് ചെയ്തത്. താങ്കൾ നേരിട്ടും നിൽക്കുന്നവർ മാത്രം അറിയാവുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ്. എനിക്ക് വ്യക്തിപരമായി നേരിട്ട് അറിയാവുന്ന ആളുമാണ് ജോൺ മുണ്ടക്കയം. പക്ഷേ ഇതിനെ തുടർന്നുള്ള ചർച്ചകളിലേക്ക് നോക്കൂ. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി മാത്രം കാസർഗോഡ് മുതൽ കളിയിക്കാവുള്ളവരെ CPM അതുവരെ സംഘടിപ്പിച്ചു. പക്ഷേ കേരള രാഷ്ട്രീയം കണ്ട അപ്പോൾ അല്ലെങ്കിൽ പോട്ടെ, ഒരു 25 വർഷം അല്ലെങ്കിൽ ഒരു 50 വർഷം കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയൊരു സമരം ആ അന്വേഷണത്തിൻ്റെ പേരിൽ പിൻവലിക്കില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഒരു ധാരണയുണ്ടായി, ഡീലുണ്ടായി. ആ ഡീൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ അന്വേഷണത്തിനെ കുഴിച്ചു മൂടാനാണ് എന്നുവരെ ചർച്ചകൾ എത്തി നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് അങ്ങേക്കുണ്ടോ ശ്രീ ജോൺ മുണ്ടക്കയം? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ധാരണ അതിൻ്റെ പേരിൽ ഉണ്ടാവണ്ടേ? ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ഡീൽ ഉണ്ടായതായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയില്ല. അങ്ങ് പറയില്ല. പക്ഷേ സ്വാഭാവികമായി ഒരു പൗരനുണ്ടാവുന്ന സംശയമുണ്ട്. ഞാനും അത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ല. എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ പറയില്ല.
ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം ശ്രീ ജോൺ മുണ്ടക്കയം.